ഹായ് ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്, നമസ്കാരം. ഇന്ന് ആഷാഢ പൗർണമി ദിവസമാണ്. വർഷത്തിലെ ഏറ്റവും ശക്തമായ ആത്മീയ എനർജി നിറഞ്ഞ ദിവസങ്ങളിൽ ഒന്നായ ഗുരു പൗർണമി. ഇതൊരു ജനറൽ ആൻഡ് ടൈംലെസ് വീഡിയോ ആണ്. വളരെ യാദൃച്ഛികമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്ന ഈ ഒരു റീഡിങ്ങിൽ കൂടി ഒരു പ്രണയബന്ധത്തിന്റെ തുടക്കത്തിൽ നിൽക്കുന്ന നിങ്ങൾക്ക് ഒരു ഡിവൈൻ സന്ദേശം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ആദ്യ കാഴ്ചയിൽ തന്നെ നിങ്ങളുടെ മനസ്സ് കവർന്ന ആ ഒരു വ്യക്തിയുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുടെ പേര് ഒരു 3 പ്രാവശ്യം മനസ്സിൽ പറയുക. പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആ ഒരു വ്യക്തിയെ ആദ്യമായിട്ട് കണ്ടപ്പോൾ നിങ്ങളുടെ ഒരു ഫീലിംഗ് എന്തായിരുന്നു എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റ് കാർഡ് 7 ഓഫ് വോൺസ് ആണ്. പെട്ടെന്നൊരു ഫീലിംഗ് ഒക്കെ തോന്നിയെങ്കിൽ തന്നെയും അത് ഉടനെ പുറത്ത് കാണിക്കാതെ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. നൈറ്റ് ഓഫ് കപ്സ് പറയുന്നത് ഹൃദയത്തിലൊരു റൊമാൻറ്റിക് സ്പാർക്ക്. ഈ ഒരു വ്യക്തിയിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്നൊരു തോന്നൽ. 9 ഓഫ് കപ്സ് എന്ന് പറയുന്നത് അവരെ കണ്ടപ്പോൾ മനസ്സിൽ പെട്ടെന്നൊരു സന്തോഷവും പെട്ടെന്നൊരു സമാധാനവും, ഉള്ളിലൊരു വിഷ് ഫുൾഫിൽമെന്റ് പോലെയുള്ള ഒരു അനുഭവം. വളരെ കാലമായി എനിക്കറിയാവുന്ന ഒരു വ്യക്തി, അതുപോലെയുള്ളൊരു തോന്നൽ. ഈ ഒരു 9 ഓഫ് കപ്സിന്റെ എനർജി എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു വ്യക്തി, കൂടുതൽ അറിയാനുള്ള ആഗ്രഹം. അതായത് ആ ഒരു വ്യക്തിയെ പറ്റി കുറച്ചും കൂടി അറിയാനുണ്ട്. വളരെ ശക്തമായിട്ടുള്ളൊരു കാരിസ്മാറ്റിക് എനർജി. സ്വാഭാവികമായിട്ടും നമുക്കൊരു ഇഷ്ടമൊക്കെ തോന്നുന്ന സമയത്ത് അവരെ പറ്റി കൂടുതൽ അറിയാൻ നമുക്കൊരാഗ്രഹം വരും. ആ ഒരു എനർജി. മാക്സിമം അവരെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കുക. ഇതൊരു സാധാരണ ഒരു കണ്ടുമുട്ടൽ മാത്രമായിരുന്നില്ല. ആദ്യ കാഴ്ചയിൽ തന്നെ ഹൃദയത്തിൽ ഒരു ശക്തമായ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ ആ ഒരു വ്യക്തിക്ക് സാധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അത് ആരും അറിയാതെ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ശക്തമായ ഒരു ആകർഷണം, ഒരു കൗതുകം, കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള ആഗ്രഹം, ഈ ഒരു ബന്ധം ഇനി മുന്നോട്ട് പോകുമോ എന്നുള്ളൊരു പ്രതീക്ഷ, എല്ലാം കൂടി മിക്സായിട്ടുള്ള ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്നു. എത്രയൊക്കെ പിന്മാറാൻ ശ്രമിച്ചെങ്കിൽ തന്നെയും അവരുടെ ആ ഒരു ആദ്യ കാഴ്ച, അതുപോലെ തന്നെ അവരെ പറ്റിയുള്ള ചിന്തകൾ മനസ്സിലേക്ക് ഇങ്ങനെ അലയടിച്ചു വരുന്ന ഒരു സമയം. ഇനി നമുക്ക് ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു കറന്റ് ഫീലിംഗ്, ഈ ഒരു സമയം എന്താണ് അവർ ഈ ഒരു ബന്ധത്തെ പറ്റി അല്ലെങ്കിൽ നിങ്ങളെ പറ്റി ചിന്തിക്കുന്നത് എന്ന് നോക്കാം. ദ കറന്റ് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ. ഫസ്റ്റ് കാർഡ് 6 ഓഫ് കപ്സ് ആണ്. നിങ്ങളെ പരിചയപ്പെട്ട ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് വളരെ ഒരു സന്തോഷം നൽകുന്ന ഒരു എഫക്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവർക്ക് വളരെ കാലമായിട്ടുള്ളൊരു പരിചയം, ഒരു ആത്മബന്ധമൊക്കെ അവർക്കും അനുഭവപ്പെടുന്നു എന്ന് കാണിക്കുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാർഡാണ്, ദ ലവേഴ്സ് കാർഡ്. നമുക്കെല്ലാ കാർഡുകളും അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ലവേഴ്സ് കാർഡ് എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള ആകർഷണവും ഹൃദയത്തിൽ നിന്നുള്ള ഒരു കണക്ഷനും, നിങ്ങളുമായി ഒരു മീനിങ് ഫുൾ ബന്ധത്തിനുള്ള ഒരു സാധ്യത ഈ ഒരു കാർഡ് കാണിക്കുന്നുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു പരിചയം ശരിക്കും നല്ലൊരു കമ്മ്യൂണിക്കേഷനും ഒരു ലവ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ലെവലിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇതൊരു മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു ബന്ധത്തിനുള്ളൊരു സാധ്യതയെ ഈ ഒരു ലവേഴ്സ് കാർഡ് കാണിച്ചു തരുന്നു. ഏസ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുന്നത് ഈ ഒരു ബന്ധത്തിനൊരു പുതിയ തുടക്കം നൽകാനോ അല്ലെങ്കിൽ ഇതൊരു യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാനോ ഉള്ള ഒരു ആഗ്രഹം പുറമേ കാണിക്കുന്നില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കുമുണ്ടെന്ന് കാണിക്കുന്നു. അതായത് ഒരു സ്റ്റെബിലിറ്റി ഉള്ളൊരു ബന്ധമാണ് അവർക്ക് ആവശ്യം. ക്യൂൻ ഓഫ് കപ്സ് കാണിച്ചു തരുന്നത് വളരെ നല്ല ഒരു സ്നേഹത്തിൻ്റെ എനർജിയാണ്. അതായത് നിങ്ങളുടെ ആ ഒരു വ്യക്തി നിങ്ങളെ വളരെ സ്നേഹപൂർവ്വം ശരിക്കും ഉള്ള ഒരു കെയറിംഗ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നു. അവരുടെ ആ ഒരു വികാരങ്ങൾ വളരെ ആഴമുള്ളതും അതുപോലെ തന്നെ നിങ്ങൾക്ക് അവരുടെ ഒരു ഹൃദയം സ്പർശിക്കാനുള്ള ഒരു കഴിവുമൊക്കെ ഉണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു. ഓവറോൾ ഈ ഒരു എനർജി സ്പ്രെഡ് നോക്കുന്ന സമയത്ത് അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള വികാരങ്ങൾ ഒരു പോസിറ്റീവ് ദിശയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ആത്മബന്ധം, സ്നേഹം, വിശ്വാസം, കൂടാതെ ഈ ഒരു ബന്ധം ഫ്യൂച്ചറിലേക്ക് പോകുന്ന സമയത്ത് ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വളരാനുള്ള ഒരു സാധ്യത, ആ ഒരു എനർജി ഈ ഒരു സ്പ്രെഡിനകത്ത് കാണിക്കുന്നുണ്ട്. പൗർണമി റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ശരിക്കും ആഴത്തിലുള്ള വികാരങ്ങൾ അനുഭവപ്പെടുന്ന ഒരു ടൈം കൂടിയാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു ബന്ധത്തിൻ്റെ ഒരു ഫ്യൂച്ചർ, ഒരു നിയർ ഫ്യൂച്ചർ എനർജി എന്താണെന്ന് ചോദിക്കുമ്പോൾ വന്നിരിക്കുന്നത് ഹെർമിറ്റ് കാർഡാണ്. ഈ ഒരു ബന്ധം വേഗത്തിൽ മുന്നോട്ട് പോകുന്നതിനേക്കാൾ കുറച്ച് സമയമെടുത്ത് വളരാനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നു. നിങ്ങൾ ഇരുവരും ഇപ്പോൾ സ്വന്തം വികാരങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ഘട്ടത്തിലാണ്. ഭൂരിഭാഗം ആളുകൾക്കും ഒരു അകലം, അതുപോലെ തന്നെ ഒരു ആശയവിനിമയത്തിൻ്റെ കുറവ് അല്ലെങ്കിൽ ഒരു കാത്തിരിപ്പൊക്കെ ഒരു നിയർ ഫ്യൂച്ചറിലേക്ക് ഉണ്ടാകുന്നു എന്ന് കാണിക്കുന്നു. ഈ ഒരു ബന്ധം അങ്ങ് അവസാനിച്ചു പോകുന്നു എന്ന് പറയുന്നില്ല, മറിച്ച് പക്വതയും വ്യക്തതയും എല്ലാം വന്നതിന് ശേഷം ശരിയായ തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്ന കാർഡാണ് ഈ ഒരു ഹെർമിറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ബന്ധത്തിൻ്റെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് ശരിക്കും ക്ഷമ ആവശ്യപ്പെടുന്നതാണ്. തിരക്കിട്ട് മുന്നോട്ട് പോകുന്നതല്ല, മറിച്ച് ശരിക്കും ഒരു ആത്മവിചാരങ്ങൾക്കും സമയത്തിനുമൊക്കെ ശേഷം ബന്ധത്തിൻ്റെ യഥാർത്ഥ ദിശ വ്യക്തമാക്കുന്ന ഒരു എനർജിയാണ് ഈ ഒരു ഹെർമിറ്റ് നൽകുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റീഡിംഗ് ആയിരുന്നു നമുക്ക് കിട്ടിയത്. കുറച്ച് സമയമെടുത്തിട്ടാണെങ്കിൽ തന്നെയും നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി
നിങ്ങളെ ശരിക്കും വിലമതിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബന്ധത്തിലേക്ക് വരാനുള്ള ഒരു ആഗ്രഹവും അവർക്കുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളെ കണ്ട നിമിഷം തന്നെ അവരുടെ മനസ്സിലും ഒരു സാധാരണ ഇംപ്രഷൻ അല്ല, ഒരു ശക്തമായ ഒരു ആകർഷണം തന്നെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും അത് പുറമേ കാണിച്ചിട്ടില്ലായിരിക്കാം. അല്പം ഒരു മാന്യമായിട്ടുള്ളൊരു അകലം പാലിച്ച് നിന്ന് കാണും. കാരണം പരസ്പരം അറിയാനുള്ള ഒരു ആഗ്രഹം, ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലെ തോന്നിയ ഒരു ബന്ധം. നിങ്ങൾക്ക് മനസ്സിനകത്ത് തോന്നുന്നുണ്ടാകാം, ഇവരെ വീണ്ടും കാണാൻ പറ്റുമോ, സംസാരിക്കാൻ പറ്റുമോ, ഇനിയും മുന്നോട്ട് പോകുമോ ഈ ഒരു ബന്ധം എന്നൊക്കെ ഒരുപാട് ചിന്തകൾ മനസ്സിനകത്തുണ്ട്. ഒരു ചെറിയൊരു ഈഗോ കൊണ്ടോ അല്ലെങ്കിൽ ശരിക്കും ഒരു ആത്മവിശ്വാസമില്ലായ്മ കൊണ്ടോ രണ്ടുപേരും തുറന്നു പറയാതെ ഇങ്ങനെ വിട്ടു നിൽക്കുന്ന ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു എനർജി, കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ നോക്കുന്ന ഒരു എനർജിയും കാണിക്കുന്നുണ്ട്. ലാസ്റ്റ് വന്നിരിക്കുന്ന ഈ ഒരു ഹെർമിറ്റ് കാർഡ് ശരിക്കും യൂണിവേഴ്സൽ മെസ്സേജ് വളരെ ശക്തമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഇപ്പോഴൊരു സൈലൻസ് ആണ് നിങ്ങൾക്കിടയിലെങ്കിൽ യൂണിവേഴ്സ് ഇരുവരെയും ഇമോഷണലി മെച്യൂർഡ് ആക്കുന്നു എന്ന എനർജിയാണ്. ഈ ഒരു ബന്ധം റഷ് ചെയ്യാൻ പാടില്ല. ശരിക്കും ഡിവൈൻ ടൈമിംഗ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്നു ഈ ഒരു ബന്ധത്തിൽ. കുറച്ച് ആളുകൾക്കൊരു കമ്മ്യൂണിക്കേഷനൊക്കെ വരാം, ചിലർക്കിത് ഫ്രണ്ട്ഷിപ്പ് വഴി ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു എന്ന് കാണിക്കുന്ന എനർജി. ചില ബന്ധങ്ങളൊക്കെ വളരാൻ കുറേ സമയം വേണം. ചില ആളുകൾ ശരിയായ സമയത്ത് മാത്രമേ നമ്മുടെ ഒരു ജീവിതത്തിലേക്ക് പൂർണ്ണമായിട്ടും വരികയുള്ളൂ. മുന്നോട്ട് പോകുന്തോറും നിങ്ങൾക്ക് യൂണിവേഴ്സ് ക്ലാരിറ്റി തന്നുകൊണ്ടേയിരിക്കും. നിങ്ങളെ സ്നേഹിക്കാൻ വിധിക്കപ്പെട്ട ആളാണ് എങ്കിൽ ശരിയായ സമയത്ത് അത് നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും. ഇതൊക്കെയായിരുന്നു നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഡിവൈൻ എനർജി മെസ്സേജസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിത് റെസൊണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിവൈൻ ഏഞ്ചൽ നമ്പറായ 1111 എന്ന് കമൻറ്റ് ചെയ്യുക. വളരെ അവിചാരിതമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്ന ഈ ഒരു റീഡിങ്ങിന് യൂണിവേഴ്സിന് നന്ദി പറയുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഒരുപാട് പേരുടെ എനർജി ഉൾക്കൊള്ളുന്ന ഒരു റീഡിംഗ് ആണിത്. ഇതിൽ പറഞ്ഞിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. നെഗറ്റീവായതും നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദ സുപ്രീം പവർ ഡിവൈന് മുമ്പിൽ സറണ്ടർ ചെയ്യുക. നിങ്ങളുടെ കരിയർ അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് എന്നിവയിൽ ഒരു ഡീപ്പ് റീഡിംഗ്, പേഴ്സണൽ റീഡിംഗ് ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻ്റ് ഉണ്ട്. പേയ്മെൻറ്റും ഡീറ്റെയിൽസും എല്ലാം തന്നെ ആ ഒരു നമ്പറിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ലഭ്യമാകും. ഒരു പേഴ്സണൽ ടാരോ റീഡിംഗ് എടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത്, അത്യാവശ്യം ഈ ഒരു ടാരോ റീഡിംഗ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം ടാരോ റീഡിംഗ് എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എൻ്റെ ദിവസേനയുള്ള പ്രാർത്ഥനകളിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുന്നതിനായി നിങ്ങളുടെ പേരും നാളും ചേർത്ത് കമൻറ്റ് ചെയ്യുക. തീർച്ചയായും നിങ്ങളെ എൻ്റെ പ്രത്യേക പ്രാർത്ഥനകളിൽ എല്ലാം തന്നെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ആദ്യ കാഴ്ചയിൽ തന്നെ നിങ്ങളുടെ മനസ്സ് കവർന്ന ആ ഒരു വ്യക്തിയെ തന്നെ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറായി കിട്ടുവാനും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ജീവിതം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഒരു ഗുരു പൗർണമി ദിവസം ഡിവൈൻ എനർജിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു യൂണിവേഴ്സ്.